സാരിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് ആ സാരി കളക്ഷൻ ഒന്ന് കണ്ടാലോ? ഈശ്വര ഉള്ളത് കാണിച്ചു തരാം. വാ. ഞാൻ സാരിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കബോർഡാണിത്. ഇതിപ്പോൾ ഈ സെക്ഷൻ കംപ്ലീറ്റ്ലി മല്ലിക പ്രതാപ. ഇതെല്ലാം പത്മാവതിയുടെ സാരീസാണ്, കോട്ടൺ, കൽക്കത്ത കോട്ടൺസ്. 10 വർഷം 12 വർഷം പഴക്കമുള്ള സാരീസാണ് ഇരിക്കുന്നത്. ഇപ്പോഴും കണ്ടാൽ ഇറ്റ്സ് സ്റ്റിൽ എ ന്യൂ വൺ. ഇത് ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഒരു കബോർഡേ ഇവിടെ ഇല്ല. ഞാൻ സാരിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കബോർഡാണിത്. കോസ്റ്റ്യൂംസിന് വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നു 1.45 ഈ കബോർഡ് മാത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം മല്ലിക പ്രതാപ് സെക്ഷൻ. ഇതെല്ലാം മല്ലിക പ്രതാപിൻ്റെ തുടക്കം, അതായത് ഫസ്റ്റ് സീരിയൽ തുടങ്ങിയ സമയത്ത് എല്ലാം പട്ട് സാരികളായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ ഫസ്റ്റ് സാരി അതിനകത്തായിരിക്കാം ഇരിക്കുന്നത്, മേ ബി അതിലായിരിക്കും ഇരിക്കുന്നത്. അതെല്ലാം പുതിയതാണ്. ഇതാണ് അല്ല, ഇതല്ല, എവിടെയോ ഉണ്ട്. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ 2 സാരിയുള്ള സാരി അതിലൊന്ന് പോയി, ഒന്നങ്ങ് പോയി, ഒന്ന് ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇനി അടുത്ത സെഷൻ നോക്കിയാലോ? പോരട്ടെ. ഇതൊരു സെക്ഷൻ. ആൻഡ് ഇതെല്ലാം അതാണ് കേട്ടോ, കുറേയൊക്കെ ഇതിനകത്ത് കൊള്ളാത്തതെല്ലാം അതിനകത്താണ്. ആൻഡ് ഇതൊരു സെക്ഷൻ. ഇതൊക്കെ ഞാൻ എല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം മിക്സായി ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാം മെസ്സപ്പായിട്ടായിരിക്കുന്നത്. അങ്ങനെ ഇന്നത് എന്നുള്ളതില്ല. ഇതാണ് താങ്കൾ ഉദ്ദേശിച്ച ഒരേപോലത്തെ 2 സാരി വന്നത്. ഇതാണ് ആ സാരി. ഇരട്ട മറ്റേ നന്ദനത്തിൽ പറയണ പോലെ കുമ്പിടി. അല്ല, പക്ഷെ പറഞ്ഞിട്ട് കാര്യം കേട്ടോ, ഇത്രയും സാരീൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയാണ് വാങ്ങിച്ചേക്കണേ, ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്കായാലും കൺഫ്യൂഷനായി പോകും. ഇല്ല, എനിക്കറിയാം. ഇതെല്ലാം ഉടുത്തിട്ട് വെച്ചേക്കുന്നത്, ഇതെല്ലാം ഡ്രൈ ക്ലീനിങ് പോകേണ്ട സെക്ഷനാണ്. ഇത് കണ്ടോ? അല്ല, കളേഴ്സ് മേ ബി അങ്ങനെ സിമിലർലി വരും, ഡിസൈൻസ് ചേഞ്ച് ഉണ്ടാവും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡ്രൈ ക്ലീനിങ്ങിന് പോകേണ്ട സാരീസാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സെക്ഷൻ കംപ്ലീറ്റ്ലി, അതായത് ഒരു 20 എണ്ണം വെച്ച് ഡ്രൈ വാഷിന് പോകും. ആ സെക്ഷനാണിത്. ഇതൊക്കെ ഉടുത്തിട്ട് വെച്ചേക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതെല്ലാം അയൺ ചെയ്ത് ഡ്രൈ ക്ലീൻ കഴിഞ്ഞ് വന്നേക്കുന്ന സെക്ഷൻസാണ് കുറച്ചൊക്കെ. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് കുറേയൊക്കെ പുതിയത്, ഉടുക്കാത്ത സാരീസ് പുതിയത് വാങ്ങിച്ച് വെച്ചേക്കുന്നത്. ഉടുത്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന സാരീസാണ് ഇതൊക്കെ. എന്തായാലും സാരി മൊത്തത്തിൽ ഇപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാലും നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ഒരു ഭംഗിയുണ്ട്. ചില സാരി കുറേ ഉണ്ടെങ്കിലേ നമുക്കിങ്ങനെ കൊള്ളാം, ചിലത് ഞാൻ ഏതെടുത്ത് നോക്കുമ്പോഴും നല്ല രസമുണ്ട് കാണാൻ. എനിക്കത് മലയാളം സീരിയലിൻ്റെ ഇതിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് ഉള്ളത് ഒന്ന് പരസ്പരം, ഒന്ന് മഞ്ഞൾ വിരിഞ്ഞ, 2ലും ചേച്ചിയുണ്ട്. അപ്പം അത്രയും സാരികളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം പത്മാവതിയുടെ സാരീസാണ്, കോട്ടൺ, കൽക്കത്ത കോട്ടൺസ്. ഇതെല്ലാം പത്മാവതിയുടെ ഒരു സെക്ഷൻ മൊത്തം അപ്പുറത്തുണ്ട്. ഇതിനകത്ത് ഈ സെക്ഷനെല്ലാം ഇതെല്ലാം സൂട്ട് കേസാണ്. ഇവിടെ ഞാൻ വെക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സൂട്ട് കേസ് അകത്ത് കയറി എന്നാലേ വീട് വൃത്തിയായിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സൂട്ട് കേസുകളിലെല്ലാം സാരീസാണ്. ഇത് അപ്പുറത്തെ സെക്ഷനിൽ, മുകളിലത്തേൽ, അവിടെ ഇരിക്കുന്നതിലെല്ലാം. ഇത് ടോട്ടലി ഈ റൂം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കോസ്മെറ്റിക്, ഇത് കോസ്റ്റ്യൂംസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഞങ്ങളാരും അങ്ങനെ, എൻ്റെ നെഫ്യൂ ഉണ്ട്, അവനും സിസ്റ്ററിൻ്റെ മോനുണ്ട്, അവൻ യൂസ് ചെയ്യുന്ന റൂമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കബോർഡ് എനിക്ക് തരണം, ഈ കബോർഡ് ഞാൻ തരില്ല. അപ്പോൾ ഇത് മൊത്തം എന്ന് പറയുന്നത് ഇതെല്ലാം, ഇതിലൊക്കെ കുറേ സാരീസ് പത്മാവതിയുടെ പൊയ്ക്കഴിഞ്ഞു, എനിക്ക് അറിയാവുന്ന പലർക്കും കൊടുത്തു കഴിഞ്ഞു. ഇത് പത്മാവതിയുടെ സാരീസാണ്. ഈ ഇരിക്കുന്ന ഫുൾ സാധനങ്ങളും പത്മാവതി സാരീസാണ്. ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കാം, എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എത്ര വർഷം പഴക്കമുള്ള സാരിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നും കൂടി ആലോചിക്കണം. ആ സീരിയലിന് 5.5 വർഷം ഉണ്ടായിരുന്നു. അത് 5.5 വർഷം ഉണ്ടായിരുന്നു. മഞ്ഞിലിരിഞ്ഞ പൂ 5.5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 10 വർഷം 12 വർഷം പഴക്കമുള്ള സാരീസാണ് ഇരിക്കുന്നത്. ഇപ്പോഴും കണ്ടാൽ ഇറ്റ്സ് സ്റ്റിൽ എ ന്യൂ വൺ, അല്ലേ? ന്യൂ അല്ല എന്ന് പറയാൻ തോന്നുമോ? സൂക്ഷിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ വീടും നമ്മുടെ വസ്ത്രങ്ങളും നമ്മളെപ്പോഴും സൂക്ഷിച്ചു വെക്കണം. അവിടെ എല്ലാം പുത്തനായിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉടുക്കാൻ ഏത് ടൈപ്പ് സാരിയാണ്? എനിക്ക് അങ്ങനെയല്ല, എനിക്ക് കണ്ണിന് ഇഷ്ടപ്പെടണം. ഏത് കളർ ഇഷ്ടം? ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനെയൊന്നും എടുക്കില്ലല്ലോ.
ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഇഷ്ടമുള്ള കളർ ഒന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരേ ടൈപ്പ് കളർ എല്ലാം എടുക്കാൻ പറ്റില്ല. നമുക്ക് വർക്കിനും കൂടിയുള്ള മോഡും കൂടി നോക്കിയിട്ട് എടുക്കുന്നത്. പക്ഷേ വർക്കിന് എടുക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആയിരിക്കണം കോമ്പിനേഷൻ, അത് നോക്കി എടുക്കത്തുള്ളൂ. അങ്ങനെ എടുക്കുന്ന കളക്ഷൻസാണ് ഇതെല്ലാം. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ അല്ലാണ്ട് സാരിയൊക്കെ വാങ്ങിക്കും അല്ലെങ്കിൽ എന്ത് ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ബ്ലാക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും ബ്ലാക്കിൽ വന്ന് പിടിക്കും. ഇത് ഞാൻ നോക്കി, പക്ഷേ എല്ലാ കളറും ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ടാവും, മെസ്സപ്പ് ചെയ്തുണ്ടാവും. ഉണ്ടാവും, ബ്ലാക്ക് കൂടുതൽ ഉണ്ടാവും, ഇല്ലയെന്നല്ല. ഞാൻ പറഞ്ഞില്ലേ കുറേയൊക്കെ പെട്ടിക്കകത്തായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം എല്ലാം എല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഡ്രൈ വാഷ് ചെയ്ത് വന്നിരിക്കുന്ന സാരീസാണ്. എല്ലാം വാഷ് കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ഇത് ഈ സെക്ഷൻ അടുത്ത വർക്കിന് എടുക്കുമ്പം ഏതാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ വർക്കിന് ഇതെല്ലാം എടുക്കും പുതിയത്. അപ്പോൾ ഇതെല്ലാം പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 പ്രാവശ്യമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ ടാർഗറ്റിലേക്ക് എത്തും. ഈ ടാർഗറ്റിലെത്തുമ്പോൾ എൻ്റെ വീട്ടിലുള്ള സിസ്റ്ററിൻ്റെ മോനും വൈഫും ഉണ്ട്. അവർക്കറിയാം ഇതെല്ലാം വാഷിന് പോകേണ്ടതാണ്. അപ്പം ഞങ്ങളിവിടെ ഇല്ലെങ്കിലും ഇപ്പം വാഷ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഡ്രൈ ക്ലീനേഴ്സ് ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്കറിയാം ഇതെല്ലാം വാഷിന് പോകേണ്ടതാണ്. അപ്പോൾ വിളിക്കും, ഇത് ഇത്രയും സാരികൾ താഴെ ഇരിക്കുന്ന കൊടുത്തോട്ടേനെ. അപ്പോൾ അതിൽ നിന്നൊരു 20 എണ്ണം വെച്ച് കൊടുക്കും. കാരണം ഭയങ്കര റേറ്റാണ് വാഷ് ചെയ്ത് വരുന്നതിനെല്ലാം. അപ്പോൾ ഇത് പത്മാവതിയും ഇപ്പോൾ എല്ലാം കുഴഞ്ഞ് മറിഞ്ഞായിരിക്കുന്നത്. മറ്റത് ഈ സൈഡ് മൊത്തം പത്മാവതി സാരീസ് ആയിരുന്നു. അതിന് കുറച്ചൊക്കെ ഭാവനയുടേത് മൊത്തം ആ സൂട്ട് കേസിനകത്തും ഇതിനകത്തുള്ള ഒരു സൂട്ട് കേസിനകത്തുമായിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം പുത്തൻ സാരീസ് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. ഇതുവരെ ഉടുക്കാത്ത സാരീസ് ആയതുണ്ടോ. ഇതെല്ലാം അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിക പ്രതാപിന് വേണ്ടി വാങ്ങിച്ച സാരികളാണ്. അതിൻ്റെ എന്ന് പറഞ്ഞില്ലേ 1525 എപ്പിസോഡ്, പരസ്പരത്തിനെക്കാട്ടും ഒരു എപ്പിസോഡ് കൂട്ടി വെട്ടി ഇത് റെക്കോർഡായി. അപ്പം ഇത് അതിന് വേണ്ടി മഞ്ഞൾ വിരിഞ്ഞ പൂവിന് വേണ്ടി എടുത്ത സാരീസാണ്. ഞാൻ അത് ഈ പാട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ മല്ലികയ്ക്ക് വേണ്ടി ഉടുക്കാനെടുത്ത സാരികളിൽ ഉടുക്കാതെ പോയ സാരികളാണ് ഈ ഇരിക്കുന്ന ഇത്രയും സാരികൾ. അല്ല, ഇത്രയും സാരികൾ ഇതല്ല. ആളോട് എന്തെങ്കിലും ടിപ്സ് വല്ലതുണ്ടോ? സാരി നമ്മൾ മാക്സിമം സൂക്ഷിക്കണം. ഇതുണ്ടോ, ഇതെല്ലാം മല്ലിക ഉടുക്കാത്ത സാരികളാണ്. ഇതെല്ലാം മല്ലികയുടെ സാരികളാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇപ്പോൾ എനിക്ക് അടുത്ത ഒരു സീരിയലിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം മല്ലിക ഉടുത്തായതുകൊണ്ട് സെയിം പാറ്റേൺ ആണല്ലോ. മല്ലിക പ്രതാപിൻ്റെ ഒരു ചായ ഉണ്ടല്ലോ, അതിൽ നിന്നുള്ളൊരു സ്റ്റോക്ക് വരും. അതുകൊണ്ട് ഇതൊക്കെ മല്ലികയുടെ ഉടുക്കാതെ പോയ നിരാശപ്പെട്ട സാരികളാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ രണ്ടും റെക്കോർഡ്സ്, നേരത്തെ പറഞ്ഞ പോലെ രണ്ടും എൻ്റെ ഉടൽ എൻ്റെ തല. അതെന്താ പറയുക, അതൊരു ബ്ലെസ്സിങ്സ് അല്ലേ. അതിലെ പ്രതീക്ഷ നിൽക്കുന്നുണ്ടാവും ഞാൻ ഒരു സാരി കൊടുക്കും കേട്ടോ. മല്ലികയുടെ ആണോ പക്ഷേന്നൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇയാൾക്ക് ജീൻസാണ് നല്ലത് ആണല്ലേ. പക്ഷെ സാധാരണ എല്ലാവരും പറയുന്നത് എനിക്ക് സാരി എടുത്താലാ നല്ലതെന്നാണ്. ഞാൻ പുതിയത് വാങ്ങിച്ചതല്ലേ, ഇനി എല്ലാം ചേരും. അതുകൊണ്ടാവും. അതുകൊണ്ടോ ഇതെല്ലാം ഇത് ഹാൻഡ് പെയിന്റ് ചെയ്താണോ? ഇത് ഹാൻഡ് പെയിന്റ് ചെയ്ത്. ഇതിൻ്റെ ഒരു കഥയാണ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇതെല്ലാം പുത്തൻ സാരീസാണ്. ഇതുണ്ടോ, ഇതെല്ലാം എൻ്റെ മല്ലിക പ്രതാപിൻ്റെ പുത്തൻ സാരികളായിരുന്നു. ഇതൊക്കെ എല്ലാം പോച്ച്. ഇതെല്ലാം മല്ലിക കൊടുക്കേണ്ട സാരീസാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും സീരിയലിൽ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് വരും ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യെസ്, അത് എൻ്റെ ഒരു ഫ്രണ്ട് ഹാൻഡ് പെയിൻറ്റ് ചെയ്യുന്ന. അവൾ സൂപ്പറായിട്ട് വയ്ക്കും. ഇല പെയിൻറ്റിങ്സ്, ഇല ഹാൻഡ് പെയിൻറ്റിങ്സ്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, അടിപൊളിയായിട്ട് അവൾ ചെയ്യും. ഇതിങ്ങനെ ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണോ? അല്ല, എല്ലാ ഓണം, ഇത് നെക്സ്റ്റ് മന്ത് ഓണമല്ലേ, എല്ലാ ഓണം എത്തുന്നതിന് മുമ്പേ എനിക്ക് വിനീത, ഇല പെയിൻറ്റിങ്സിലെ വിനീത എന്നാണ് ഇത് ചെയ്യുന്ന വ്യക്തിയുടെ പേര്. എല്ലാ ഓണത്തിനും എനിക്ക് ഒരു സാരി വിനീതയുടെ വക വരും. ഇത് വിനീത പെയിൻറ്റ് ചെയ്ത് അയക്കുന്ന സാരീസാണ്. ഞാൻ ഇതിൻ്റെ നമ്മുടെ മല്ലിക പ്രതാപിന് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം എനിക്ക് അവൾ ചെയ്തയക്കുന്ന സാരീസാണ്. ഇത് സെറ്റ് മുണ്ടിൽ അവൾ ചെയ്തേക്കുന്ന വർക്ക്സാണ്. വേണ്ട ഇങ്ങനത്തെ വർക്കുകൾ ചെയ്ത് ആശാത്തി എനിക്ക് ഓരോ പ്രാവശ്യം. ഇത് ഞാൻ മല്ലികയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലത്തെ ഇങ്ങനെ
സൂക്ഷിക്കാം എന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പം സാരി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ മാക്സിമം സാരീസ് ഡ്രൈ വാഷ് ചെയ്യാതിരിക്കാനാണ് പലരും പറയാറ്. ഡ്രൈ വാഷ് കൊടുക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടേത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ മേക്കപ്പിൻ്റെ ഇത് ലിപ്സ്റ്റിക് ഞാനൊക്കെ ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ പാൻ കേക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഡ്രൈ വാഷിന് കൊടുക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും അടുക്കി പെറുക്കി വൃത്തിയായിട്ട് വെക്കണം. ഈ സാരി അല്ലാതെ വലിച്ച് കുഴച്ച് വെക്കാൻ പാടില്ല. ഞാൻ വെക്കാറില്ല. എനിക്ക് നീറ്റായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീറ്റായിരിക്കണം. നീറ്റായിരുന്നാൽ നമ്മളെല്ലാ കാര്യങ്ങളും വീടായാലും വസ്ത്രങ്ങളായാലും മേക്കപ്പ് സാധനങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ സൂക്ഷിക്കുക. അത് വൃത്തിയായിട്ട് അതിന് വേണ്ടി ടൈം കണ്ടെത്തുക. നമുക്ക് ബിസി ആയിരിക്കാം, തിരക്കുകൾക്കിടയിൽ. ഞാൻ 30 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്, ഡബ്ബിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളതിന് ടൈം കണ്ടെത്തണം. ബിക്കോസ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. കണ്ടെത്തിയാൽ എല്ലാം സൂപ്പറായിരിക്കും. നമ്മളിപ്പോൾ മറ്റേ പട്ട് സാരികളൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് ആക്കിയില്ലെങ്കിൽ മടക്ക് വീണിട്ട് അവിടെ അതാവെന്ന് പറയുന്നത്. മടക്ക് വീണ് അതായത് ആക്ച്വലി അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേശ്വരി സിൽക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധനങ്ങളാണ് അങ്ങനെ മടക്ക്. ഇപ്പം ഞാൻ നേരത്തെ എടുത്ത് ഇത് ഒരുപോലത്തെ 2 സാരി അതൊക്കെ മഹേശ്വരി സിൽക്കിൽ പെടുന്ന. അപ്പോൾ അങ്ങനത്തെ സാരീസ് ഒന്നും ഇങ്ങനെ മടക്കി നമ്മൾ ഡെയിലി എടുക്കുന്നുണ്ടല്ലോ, വർക്കിനെടുത്ത് യൂസ് ചെയ്യല്ലേ. ഇങ്ങനെ ഇതിനകത്ത് സ്റ്റോക്ക് അടിച്ചിരിക്കുകയല്ലോ, നമ്മളെടുത്ത് റോട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ നമുക്ക് നേരത്തെ പെയിൻറ്റ് ചെയ്ത ആളെ വിനീതയെ നമുക്ക് വിളിക്കാം. പാവം അവളിപ്പം ഞെട്ടും, അയ്യോ എന്ന് പറയും. നമുക്ക് അങ്ങോട്ടിരിക്കാം. ബാ. അപ്പൊ ഇല പെയിന്റിങ്സിലെ വിനീത എന്ന് പറയുന്ന വ്യക്തി ദാ ഈ ഇരിക്കുന്ന ആളാണ്. ഈ ഇരിക്കുന്ന ആളാണ് എനിക്ക് ആ സാരീസ് എല്ലാ കാര്യങ്ങളും എനിക്ക് പെയിന്റ് ചെയ്ത് എല്ലാ ഓണത്തിന്റെ ബിഫോറും എനിക്കൊരു സെറ്റ് സാരിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ടോ അയച്ചു തരുന്ന വ്യക്തിയാണ് വിനീത. അപ്പോൾ ഇല പെയിന്റിങ്സ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ ഇൻസ്റ്റയിൽ കൊടുക്കാറുണ്ട്. ആ പറയുന്ന വ്യക്തി ഇതാണ്. ഞാനേ ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ആതിര. അപ്പോൾ പെയിന്റിങ് അല്ല, സാരി കണ്ടു, സാരിയുടെ ടോറായിരുന്നു. നമ്മൾ മറ്റേ തുണിക്കട കാണുന്ന പോലെ വിശദമായി എല്ലാം കണ്ടു. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പെയിന്റ് ചെയ്ത സാരി. അല്ല, ഞാൻ നിന്റെ സാരി എടുത്ത് ഇങ്ങനെ ഇട്ടപ്പോൾ ഇത് ഹാൻഡ് പെയിന്റിങ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, അതിൻ്റെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ആ ആളെ നേരിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരിട്ട് വിളിച്ചത്. അപ്പോൾ ഇതാണ് ഇല പെയിന്റിങ്സിന്റെ വിനീത. ട്രിവാൻഡ്രം തന്നെയാണോ? അല്ല, ട്രിവാൻഡ്രം അല്ല, എറണാകുളം. എനിക്ക് ആ ബ്ലൂ കളർ താമരയുടെയാണ് എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട. ഏതാന്ന് മനസ്സിലായോ നിനക്ക്? പോയതിന്റെ മുമ്പിലത്തെ കൊല്ലം എനിക്ക് അയച്ചു തന്നില്ലേ സെറ്റുമുണ്ട്. ആ കളർ കോമ്പിനേഷനും അത് ഭയങ്കര ഒരു എടുത്തു നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ സമീപിക്കുക ഇല പെയിന്റിങ്സ്. തീർച്ചയായും സമീപിക്കുക. ഇനി പോണൊക്കെ വരുമല്ലേ? അതെ. അപ്പൊ എല്ലാരും കണ്ടല്ലോ. ഇപ്പൊ നിന്റെ ഇന്റർവ്യൂ ഇതിൽ കഴിഞ്ഞു. അപ്പം ഇനി ഇല പെയിന്റിങ്സിലെ വിനീതയെ ആരും കണ്ടില്ല എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട വിനീത. അപ്പൊ ഞാൻ വിളിക്കാം, രാത്രി വിളിക്കാം. അവള് ഞെട്ടിക്കാണും. ഇത് എന്ത് ഇപ്പൊ പെട്ടെന്ന്? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ റെഡി ആയിരുന്നേന്ന് പറയും രാത്രി വിളിക്കുമ്പോ. ഞാൻ 400 രൂപയുടെ സാരി 2 എണ്ണം എടുക്കുമ്പോൾ അവൻ 2500 രൂപ ഒരു ടീഷർട്ട് എടുത്താൽ എനിക്കപ്പോൾ അത് കൊള്ളുവേ? ഞാൻ അങ്ങനെ ഒന്നും, എനിക്ക് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന അതെന്താ നീ ഒരു സൗണ്ട് വിട്ടത്? ഹലോ, പറയൂ തുറന്ന് പറയൂ. എടാ, ഞാൻ ബ്രാൻഡ് എടുത്തത്. ശരി, ഹലോ പറയുമ്പോൾ ഒരു ന്യായം വേണം. നിങ്ങളിതെല്ലാവരും കുത്തിയിരുന്ന് നോക്കിയിട്ടാ വന്നേ. അതിന്റെ റേറ്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യണം. വേണ്ട, ഇനിയിപ്പോ അത് പറഞ്ഞ് ഇനിയിപ്പോ 150 വേണ്ട, പറയത്തില്ല. ചെരുപ്പിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അത് പലരും ഇട്ട് വന്നില്ല. രേഖാരതീഷിന്റെ ഒരിക്കലും ആകത്തില്ല. ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കാത്തത് എൻ്റെ കുഞ്ഞിനെ ആലോചിച്ചിട്ടാണ്. ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറയുന്ന ഒരു കാര്യത്തിന് എടുത്ത് വെച്ചിട്ട് അവർക്ക് വയറ്റിപ്പഴപ്പിന് വേണ്ടി, അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അവർക്ക് 4 കാശ് കിട്ടാൻ വേണ്ടി നമ്മളെ എന്തും വാരിക്കോരി ഒരു തമ്മിൽ കൊടുത്ത് മോശപ്പെടുത്തി അവർക്ക് ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു മോശമായ ക്യാപ്ഷൻ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈഫിൻ്റെ പല സൈഡ്സും ഞാൻ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്തെല്ലാം എനിക്ക് എന്നിൽ അറിയാതെ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സംഭവമാണ് ലീവ് ലൈക്ക് എ ലയൺ.